നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കഴിഞ്ഞു നാടകം. ദേ, ഈ വക അഭ്യാസങ്ങളും ഭീഷണിയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. അമ്മേ, എന്താ അമ്മ ഇത്? നീ മിണ്ടരുത് രമ്യേ. എന്താടി നിന്റെ മനസ്സ് വീണ്ടും അലിഞ്ഞോ? അതല്ലമ്മേ, ശ്രീ. വേണ്ട, നിന്നോട് ഇവര് ചെയ്തതെന്താന്ന് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? ആന്റി പ്ലീസ്, എനിക്കറിയാം ഇതിനൊക്കെ കാരണക്കാരി ഞാന്. ഞാനൊരാൾ ചെയ്ത തെറ്റിന്റെ ഫലം അതനുഭവിക്കുന്നത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ ഒപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ അത് ശ്രീയുടെ വിവാഹത്തെ ബാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്ത്രീധനമല്ലേ? ഞാൻ എന്റെ സ്വർണം മുഴുവനും തരാം. ശ്രീയുടെയും ഹരീഷിന്റെ വിവാഹം നടത്തിക്കൊടുക്കൂ. സ്ത്രീധനം കൊണ്ട് മാത്രം എല്ലാം ആകില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപമാനം, എന്റെ മകൾ രമ്യക്ക് നഷ്ടമായ അവളുടെ ആഗ്രഹം, നീ തകർത്ത് കളഞ്ഞതൊക്കെ പണം കൊണ്ടും പണ്ടം കൊണ്ടും നികത്താനാവില്ല ഋതികെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറ, എന്ത് ഞാൻ ചെയ്യും? ഞാൻ കാല് പിടിക്കാം. അയ്യോ, മന്ത്രിയുടെ മോള് എന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ ആന്റി, തെറ്റെന്റെയാ. ഞാൻ കാരണം ശ്രീ വിഷമിക്കരുത്. ആന്റി വലിയ മനസ്സ് കാട്ടണം. ഹരീഷിനെ കൊണ്ട് ശ്രീയുടെ കഴുത്തില് താലി കെട്ടിക്കണം. പ്ലീസ്. തൃപ്തിയായോ നിനക്ക്? കൊട്ടാരം പോലുള്ളൊരു വീട്ടില് സർവ്വ സുഖങ്ങൾക്കുമിടയിൽ ജീവിച്ചൊരു പെൺകുട്ടിയായി ഇവള്. അവളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടവരുടെയൊക്കെ കാലുവീഴ്ച യാചിക്കുന്നു. കണ്ടു നിൽക്കുന്നവർ നാളെ ഇത് തെരുവിലും കടത്തണിയിലും ചർച്ചയാക്കുമ്പോ നഷ്ടാവാൻ പോകുന്നത് എന്റെ ഇമേജാ.
തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്റെ മാനം നഷ്ടമാക്കിയ ഇവളെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാ. പക്ഷേ ഇവൾ അപമാനിക്കപ്പെടുമ്പോ നിങ്ങളൊക്കെ കാരണം സമൂഹത്തിൽ തരം താഴ്ത്തപ്പെടുമ്പോ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സൽപ്പേരാ. പ്രതാപവർമ്മ ഭൂമിയോളം ക്ഷമിക്കും. ക്ഷമ നശിച്ച കർമ്മബലം അത് അനുഭവിച്ചേ മതിയാകൂ. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇന്ന് ക്ഷേത്രത്തിൽ അരങ്ങേറിയതുപോലുള്ള കൂത്തുകള് മേലിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് പറയാനാ. രാജുവിന്റെ അച്ഛനും അമ്മയും പോലും ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്നം തന്ന ആളുടെ മകളുമായി മകൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനെ പലപ്പോഴായി ആഘോഷമാക്കി പപ്പാളെ കാണിക്കാൻ പൊതുസ്ഥലത്തേക്ക് ഇറക്കില്ലായിരുന്നു. സാറേ അത് ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടോ? സന്തോഷമുണ്ട്. തന്നിഷ്ടത്തിന് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ഋതികയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. വർമ്മ സാറ് പറഞ്ഞു ശരിയാ. ഒരു രാജകുമാരി എൻ്റെ മകന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞാൻ സ്വയം മറന്നു. എൻ്റെ മകൻ ചെയ്ത പ്രവൃത്തികളുടെ തെറ്റ് ഞാൻ ഓർത്തില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ കാരണം നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്നതും കുത്തുവാക്കുകൾ കേൾക്കുന്നതും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.